ഹലോ, എല്ലാവർക്കും നന്ദൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മ ഇവിടെ റൂമിൽ നിന്ന് മുടിയൊക്കെ ചെയ്യുവാണ് കേട്ടോ. ഇത് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ. പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഒരു ചെറിയ യാത്ര. അപ്പോൾ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുക. അമ്മ മാത്രമല്ല, അവിടെ നന്ദൂസും തീർത്ഥയും ഞാനും ഒക്കെ റെഡി ആവുകയാണ് കേട്ടോ. ഞാൻ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നന്ദൂസിനെയും തീർത്ഥയും പോയെന്ന് നോക്കിയാലോ. അവിടെ എന്തായെന്ന് നോക്കാം. നന്ദൂസും തീർത്ഥയും ഇവിടെ നിന്ന് ഒരുങ്ങുന്നുണ്ട്. നന്നായിട്ട് അണിഞ്ഞൊരുങ്ങുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെവിടേക്കാണ് യാത്രയെന്ന്. വേറെ എങ്ങുമല്ല ഞങ്ങൾ പോകുന്നത്, പൊന്മുടിയിലേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് പൊന്മുടി ഇവിടെ വളരെ അടുത്താണ്. ഇടയ്ക്ക് പോയിട്ടുണ്ട്, എങ്കിലും ഇപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഒന്നുകൂടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ നന്ദൂസ് റെഡി ആയിട്ടുണ്ട്. നന്ദൂസ് മാത്രമല്ല, എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു വാവ ഇവിടെ കൊച്ചു ടി വി കണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ ഫോണിൽ. അപ്പോൾ ഇതേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവള്. നമ്മൾ ഇറങ്ങാം കേട്ടോ. നന്ദൂസും അമ്മയും തീർത്ഥയും പൊന്മുടി പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കല്ലറ ടൗണിലെത്തി. കല്ലറ ഒരു ഷോപ്പിൽ കയറി നന്ദൂസിനും കുഞ്ഞുവാവയ്ക്കും ചെരുപ്പ് മേടിച്ചു. ഇപ്പം നമ്മൾ കാണുന്നത് കല്ലറ ടൗൺ ആണ്. ഇപ്പം നമ്മുടെ കുഞ്ഞുവാവി നല്ല ഹാപ്പിയിലാണ് കേട്ടോ. ചെരുപ്പ് താഴെ വെക്കുന്നതേ ഇല്ല. അപ്പോൾ ഇതേ നമ്മൾ പാങ്ങോട് പാസ് ചെയ്തു. വണ്ടിയിലിരുന്ന് കാറ്റൊക്കെ അടിച്ചപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുവാവ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഇതേ ബേക്കിൽ ഒരാളിരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ എത്തി ഗായ്സ്, എത്തി ഫർദനൂർ ടൗണിലെത്തി കേട്ടോ. ഫർദനൂർ ടൗൺ നമ്മൾ പാസ് ചെയ്തു. അതിനിടയ്ക്ക് ഇതേ അമ്മ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചു കേട്ടോ. അമ്മയായിട്ട് എന്തിനാ കുറയ്ക്കുന്നതെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ തലയിൽ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനും കുറച്ചില്ല, ഞാനും എടുത്തതേ വച്ചു. ഇപ്പം നമ്മുടെ ഡ്രൈവർ ഉണ്ടല്ലോ, കത്തിച്ച് വിടുകയാണ് കേട്ടോ വണ്ടി. ഇപ്പതേ നമ്മള് ഫർദനൂർ പാസ് ചെയ്തു. ഇതേ ഇപ്പൊ മൈലമോട് പാലവും പാസ് ചെയ്തു. ഇപ്പതേ അതിപ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് ഈ ലോകം എമ്പാടും അറിയാവുന്നുള്ളൊരു സംഭവമാണ് കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതിഭയാനകമായ ഒരു സംഭവമാണ് കേട്ടോ. ഇവിടെയാണ് സുമതി വളവെന്ന് പറയുന്നത് കേട്ടോ. പറയുമ്പോൾ തന്നെ എനിക്കിപ്പോൾ പേടിയാവുന്നുണ്ട് കേട്ടോ. അത്ര ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ സുമതി വളവ്. ഇനി നമ്മൾ പൊന്മുടി യാത്ര ചെയ്യുന്നത് സുമതി വളവിൽ കൂടെയാണ് കേട്ടോ. ഇനി നമ്മളെ സുമതി പിടിക്കൂന്ന് അറിയില്ല കേട്ടോ. ഇനി പല്ലും നഖവും എല്ലും മാത്രമേ കാണുള്ളൂ എന്നും അറിയില്ല. രാത്രിയാവും എന്തായാലും വരുമ്പോൾ. ഈ വളവൊക്കെ സുമതി വളവെന്ന് അറിയപ്പെടുന്നു. ഈ പൊന്മുടി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു അടിപൊളി ഹിൽ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ പൊന്മുടിയിലേക്ക് കയറാനുള്ള പാസ് എടുക്കുന്നത് ഈ ഒരു പ്ലേസിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഈ പാസ് നമ്മൾ പൊന്മുടി വരെയും കയ്യിൽ കരുതണം. കാരണം പൊന്മുടിയിൽ ഇതുപോലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മളെടുത്ത പാസ് അവിടെ കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ 4 മണിക്ക് മുന്നേ എത്തിയാൽ മാത്രമേ നമ്മളെ ഇവിടുന്ന് പൊന്മുടിക്ക് കടത്തി വിടത്തുള്ളൂ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്യും. 22 ഹെയർ പിന്നാണുള്ളത് പൊന്മുടിയിലേക്ക്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ തേയിലത്തോട്ടം കാണാൻ സാധിക്കും. മുൻപ് ഇവിടെ വന്ന് ബ്രിട്ടീഷുകാർ തേയില നട്ടൊക്കെ നോക്കി. പക്ഷേ ഇവിടുത്തെ ഒരു കാലാവസ്ഥ തേയിലയ്ക്ക് അനുയോജ്യമല്ലാത്ത കാരണം ഇവിടെ വളരെ കുറച്ച് തേയിലകൾ മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, 2 സൈഡിലും നല്ല അടിപൊളി കുന്നുകളൊക്കെ കണ്ട് നമ്മൾ പൊന്മുടിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ.
സൺസെറ്റ് കൂടി കാണാമെന്ന് വിചാരിച്ചാണ് കേട്ടോ നമ്മൾ ഇവിടേക്ക് വന്നത്. ഇങ്ങനെ ഇപ്പം നമ്മൾ പൊന്മുടി എത്തിയെന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ പൊന്മുടി എത്തിക്കഴിയുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ള അപ്സായിട്ടുള്ള നമുക്ക് KTDCയുടെ റെസ്റ്റോറൻറ്റ് കാണാൻ സാധിക്കും, ക്യാൻറ്റീനൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ഇനി നമുക്ക് ടോയ്ലറ്റ് സർവീസും ക്യാൻറ്റീനും ഒക്കെ ഇതിനകത്താണ് വരുന്നത്. പല പല സെക്ഷനായിട്ടാണ് കേട്ടോ ഇവിടെ പാർക്കിങ് ചെയ്യുന്നത്. ബൈക്ക്, കാറ്, അങ്ങനെ പലതും വൺ തിരക്കുകളാണ് കേട്ടോ. അപ്പോൾ റൈറ്റിലേക്ക് വേണമെങ്കിൽ റൈറ്റിലേക്ക് പോവാം, ലെഫ്റ്റിലത്തെ കുന്നിലേക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം, അങ്ങനെ എവിടേക്ക് വേണോ പോകാൻ. പക്ഷെ നമ്മൾ നേരെയുള്ള മലയിലേക്കാണ് കേട്ടോ പോയത്, നേരെയുള്ള വഴിയിലോട്ടാണ് നമ്മൾ പോയത്. ഇവിടുത്തെ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഫുള്ളാണ് കേട്ടോ, ഫുള്ളായി. പിന്നെ നമുക്ക് എവിടേക്ക് വേണോ പോകാം. പിന്നെ കണ്ടമാനം ആളുകളുണ്ട് കേട്ടോ. ഈ നോക്കിയേ, ഫുൾ ഫില്ലഡ് ആയിട്ടോ എല്ലായിടവും, വണ്ടിയും കാറും ഒക്കെ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെയുള്ള വഴി പോവാണ് കേട്ടോ, അങ്ങ് മുകളിലത്തെ കുന്നിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, തിരക്കൊഴിഞ്ഞൊരു സ്ഥലം നോക്കിയിട്ട് നടക്കുകയാണ് കേട്ടോ. എവിടെയെങ്കിലും വന്നിരിക്കാമെന്ന് വിചാരിച്ച് നടക്കുകയാണ്. പക്ഷേ എല്ലായിടവും നിറയെ ആൾക്കാരാണ് കേട്ടോ, നിറയെ ആളുകളാണ്. ഇവിടെ തിരക്കൊഴിഞ്ഞിട്ട് ഒരു സ്ഥലവും ഇല്ല കേട്ടോ, അതുപോലെ ആളുകളുണ്ട് കേട്ടോ ഇവിടെ എല്ലാം. അപ്പോൾ വീക്കെൻഡ്സിനേക്കാളും വർക്കിംഗ് ഡേയ്സിൽ വരുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ കേട്ടോ. അപ്പോൾ തിരക്കൊഴിഞ്ഞ ഇടം നോക്കി നമ്മൾ നടക്കുക കേട്ടോ. അപ്പോൾ മുകളിലേക്ക് പോകാനായിട്ട് നടക്കുവാണേ. ആ ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ഒരിടം കണ്ടെത്തി. അങ്ങനെ പുല്ലുകളുടെ ഇടയിലൂടെ നമ്മൾ കുറച്ച് നേരം നടന്നു. അപ്പോൾ ഈ പുല്ലും കുഞ്ഞു കുഞ്ഞു പാറക്കെട്ടുകളൊക്കെയാണ് പൊന്മുടിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫുള്ള് ഇതുപോലുള്ള പുല്ലുകളാണ് ഇവിടെ മൊത്തത്തിൽ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നടന്നു. ഇവിടെ ആളൊഴിഞ്ഞിട്ട് ഒരു ഇടവും ഇല്ല കേട്ടോ, എല്ലായിടവും ആളുകളാണ് കേട്ടോ. എന്തുകൊണ്ട് നമുക്കിപ്പോൾ വരാൻ പറ്റിയൊരു ടൈമാണ് കേട്ടോ. അവിടെ നല്ല തണുത്ത കാറ്റും മഞ്ഞും, ഒരുപാട് കോടയൊന്നും ഇറങ്ങിയിട്ടില്ല, ചെറിയ രീതിയിലുള്ള മഞ്ഞ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വരാൻ പറ്റിയൊരു ടൈമാണ് കേട്ടോ. ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല ചൂടല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു വ്യൂ ആണ്. മാത്രമല്ല നല്ലൊരു തണുത്ത അന്തരീക്ഷവും കൂടെയാണ് കേട്ടോ ഇവിടെ.
നമ്മൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ ഇവിടേക്ക് വന്നത്. ഞാനും അമ്മയും 3 കുഞ്ഞുങ്ങളും ഹസ്ബൻഡും ആയിട്ടാണ് വന്നത് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് കളിക്കുന്നുണ്ട്. കുഞ്ഞുവാവ കൂടി ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് എല്ലാം എൻ്റെ ക്യാമറയിൽ പകർത്താൻ പറ്റിയിട്ടില്ല. എങ്കിലും എന്നെക്കൊണ്ട് വെക്കുന്നത് പോലെയൊക്കെ ഈ പൊന്മുടി ഞാൻ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ മുകളിലേക്ക് പോവാണ് കേട്ടോ. കുഞ്ഞുവാവേനെയും കൊണ്ട് ടോപ്പിലേക്ക് കയറുവാണ്. ഇതായിട്ടോ അപ്പോൾ നമ്മൾ ടോപ്പിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഇവിടെ മൊത്തം ചെറിയ ചെറിയ കല്ലുകളാട്ടോ, കൂട്ടം കൂട്ടമായിട്ടിരിക്കുന്ന ചെറിയ കല്ലുകളാട്ടോ. മുകളിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്. അമ്മ എൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങൾ മുകളിലേക്ക് പോയി. അപ്പോൾ ഞാനും അമ്മയും കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. പൊന്മുടിയെ സുന്ദരമാക്കുന്നത് മഞ്ഞ് നിറഞ്ഞ മലകളും ഈ പുല്ലുകളുമാണ് കേട്ടോ. ഇവിടെ കാണാൻ അതിമനോഹരമാണ് കേട്ടോ. ഇപ്പം നമ്മുടെ കുഞ്ഞുമാവനെ എടുത്ത് നമ്മുടെ തീർത്ത താഴോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് കാല് വയ്യാത്ത കാരണം നടക്കാനൊന്നും വയ്യ കേട്ടോ കുഞ്ഞിനെ എടുത്തോണ്ട്. അപ്പോൾ അമ്മ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ നന്ദൂസും തീർത്തയും കൂടെ താഴേക്ക് പോവാണ് കേട്ടോ. പുല്ലുകൾക്കിടയിലൂടെ ചെറിയ വഴികളുണ്ട്. അപ്പോൾ അതുവഴി ഇങ്ങ് താഴേക്ക് പോവാണ് കേട്ടോ. അവരിങ്ങ് താഴെ എത്തി കേട്ടോ. താഴെ നിൽക്കുക. ഞാൻ ഈ ടവറിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും പാടുപെട്ട് ഇതിന് മുകളിലേക്ക് വന്നത്. പക്ഷേ ഇങ്ങനെ എത്തിയപ്പോഴേക്കും അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിനെന്തോ വിള്ളലോ പൊട്ടലോ എന്താ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ മുകളിൽ കയറി നിന്നിരുന്നെങ്കിൽ എല്ലായിടവും അതിമനോഹരമായി കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെന്തോ അറ്റകുറ്റപ്പണികളുണ്ട്. അതുകൊണ്ട് അത് ക്ലോസ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ കയറാനായിട്ട് സാധിച്ചില്ല. ഇപ്പോഴേ നമ്മൾ മലയുടെ താഴെ പോവാട്ടോ. എന്നിട്ട് നമുക്ക് താഴെയുള്ള കുന്നിൻ ചെരുവുകളൊക്കെ കാണാൻ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും താഴേക്ക് പോവാട്ടോ. അവിടേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ മലയുടെ താഴെ എത്തി കേട്ടോ. നമ്മൾ താഴേക്ക് വന്നു. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങോട്ടേക്ക് പോവാട്ടോ. ഇവിടെ നിന്ന് മുകളിലേക്ക് കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് കേട്ടോ താഴേക്ക് ഇറങ്ങുന്നത്. കാരണം നമ്മൾ കാലൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഉരുണ്ട് താഴേക്ക് വരും കേട്ടോ. അങ്ങനെ നമുക്ക് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വരുന്നവർ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ഞാനും ശ്രദ്ധിച്ചാട്ടോ താഴോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ ഫുള്ളായി കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വണ്ടി ഇടുക കേട്ടോ എല്ലാവരും. അത്രയധികം ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ താഴേക്ക് വന്നു കേട്ടോ.
അപ്പോൾ ആ മലമുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് വന്നിട്ട് ഇപ്പം നമ്മൾ റോഡിലാണ് നിൽക്കുന്നത് കേട്ടോ. താഴെ മലയുടെ താഴെ വശത്താണ് നിൽക്കുന്നത് കേട്ടോ. എൻ്റെ മറു സൈഡിലും ഒരു മലയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറുന്നില്ല, നമ്മൾ കുറച്ച് താഴേക്ക് പോവാം കേട്ടോ. ഇവിടെ ഫുള്ളും നടന്ന് കാണണമെങ്കിൽ ഒരു ദിവസം തന്നെ വേണം കേട്ടോ. എല്ലാ മലകളിലും കയറണമെങ്കിൽ ഒരു ദിവസം തന്നെ കാണാം. അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഏകദേശം സമയം കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വരുന്നവരൊക്കെ വരും പോകും അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുവാവയ്ക്കും വളരെ സന്തോഷമായി കേട്ടോ. അപ്പോൾ അവളും ഇവിടെ ഓടി കളിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, 3 ആളും ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ മോളൊരു പാറപ്പുറത്തിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുവാവിനെയും അവിടെ എടുത്താക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ താഴെ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് വിശ്രമിക്കാനായിട്ടുള്ളൊരു ഇടമാണെന്ന് തോന്നുന്നു കേട്ടോ ഇതെല്ലാം. ഇപ്പോൾ നന്ദോസ് അവിടെ എന്തോ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുവാവ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അമ്മതേ ഇവിടെ പട്ടം പിടിച്ച് നിൽപ്പുണ്ട്. കുഞ്ഞുവാവ കരയാണ് കേട്ടോ. തൂണി കളിക്കാനായിട്ട് നിർബന്ധം. ഓ പിണങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും വണ്ടിയിൽ കയറി തിരിച്ചു പോവാണേ. ഇപ്പോൾ ആ സൺസെറ്റിൻ്റെ ഒരു ടൈമായി കേട്ടോ. അപ്പോൾ നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇനി വേറൊരു ദിവസം ഇവിടേക്ക് വരുന്നതായിരിക്കും സൺസെറ്റ് കാണാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണം. ഇപ്പോൾ ഒരുപാട് ലേറ്റായാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ കഴിയും വിധം എല്ലാം ക്യാമറയിൽ പകർത്തണം. അങ്ങനെ നമ്മൾ ഈ മല ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താഴേക്ക് വന്നപ്പോൾ കുറച്ച് കടകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്നാക്സും കോഫിയും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് കോഫിയും സ്നാക്സ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ കഴിക്കാനും കുടിക്കാനൊക്കെ ഉള്ള ഒരിടമാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ട്രാഫിക് വന്നു. അപ്പോൾ അവിടെ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ കണ്ടതാട്ടോ ഇവിടെ ഒരു കലമാൻ നിൽക്കുന്നത്. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിനെ കൂടി ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി. എന്തോ പുല്ലോ എന്തോ കഴിക്കുക കേട്ടോ അത്.
ഇതാ അപ്പോൾ കലമാങ്ങ കേട്ടോ. എൻ്റെ കഴുത്ത് മുറിഞ്ഞിരിപ്പുണ്ട്, എവിടെയോ ഇടിച്ചതോ അങ്ങനെ എന്തായാലും ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, പാവം. അപ്പോൾ ഇതേ വീണ്ടും നമ്മൾ മുന്നോട്ട് വന്നു കേട്ടോ. അപ്പോൾ മുന്നോട്ട് വന്നപ്പോൾ അവിടെയും കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഏതോ ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചയോ അങ്ങനെ എന്താണ് പോവുകയാണ് കേട്ടോ. താഴെ ഒരു ക്ഷേത്രമുണ്ട്, ഐരവല്ലി ക്ഷേത്രത്തിലെ ഉത്സവമാണ് അവിടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ പരിപാടികൾ അവിടെ നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കാറ് ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്തു, ശേഷം അവർ പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ മുന്നോട്ട് പോയി. മലയിറങ്ങുന്നതിന് മുന്നേ തന്നെ നേരം ഒത്തിരി എത്തി തുടങ്ങിയിരുന്നു കേട്ടോ. ഇപ്പം എല്ലാവരും വിശന്ന് തളർന്ന് ഉറങ്ങാനൊക്കെ തുടങ്ങി കേട്ടോ. നമ്മുടെ കുഞ്ഞു അവയും ഉറങ്ങിയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വന്നപ്പോൾ അടുത്തൊരു റെസ്റ്റോറൻറ്റ് കണ്ടു, അമ്പാടി റെസ്റ്റോറൻറ്റ് ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെ കയറി കേട്ടോ. ഊണ്, കപ്പ, മീൻകറി എല്ലാം ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ കള്ള് വരെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്നും കള്ളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ അണ്ണ ഒരു കുപ്പി കള്ള് മേടിച്ചായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ തന്നെ ശകലം കഴിച്ചു. ഇതുവരെ ഞാൻ കള്ള് കഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണിത്. ഞാൻ കള്ള് കുടിച്ചു. നന്ദൂസിന് ബിരിയാണി, കീർത്തിക്കും ബിരിയാണിയാണ് വാങ്ങിച്ചത്. ചിക്കൻ ബിരിയാണി ആയിരുന്നു വാങ്ങിച്ചത്. പിന്നെ പോർക്ക് പൊറോട്ടയും വാങ്ങിച്ചു. അണ്ണൻ എനിക്ക് നാടൻ ചിക്കൻ ൻ്റെ പുരട്ടാണ് മേടിച്ചത്. അപ്പോൾ ഞാനും പൊറോട്ടയും ചിക്കൻ പുരട്ടും, പിന്നെ ഇത് പോർക്കാണ് കേട്ടോ. അമ്മ കപ്പയും ചിക്കൻ പുരട്ടുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിയാറായി. എടുത്ത ഫുഡ് സൂപ്പറായിട്ടോ. ഇവിടെ അമ്പാടി ഹോട്ടലാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ വരുന്നവർ അമ്പാടി റെസ്റ്റോറൻറ്റിൽ വരണം, ഫുഡൊക്കെ കഴിക്കണം. അടിപൊളി ഫുഡാട്ടോ, ഒന്നും പറയാനില്ല, സൂപ്പർ ഫുഡാണ്. അപ്പോൾ നമ്മൾ ഏകദേശം കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇറങ്ങാനുള്ള ടൈമായി കേട്ടോ. അപ്പോൾ ഇതേ അമ്പാടി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി, നമ്മളുടെ വീട്ടിലേക്കുള്ള വഴി. അപ്പോൾ ഇതേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇപ്പോൾ നമ്മൾ പാലോട് കഴിഞ്ഞു കേട്ടോ. പാലോട് കഴിഞ്ഞ് നമ്മൾ സുമതി വളവോട് അടുത്ത് എത്താറായി കേട്ടോ. സുമതി വളവെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ. സുമതി വളവ് വഴിയാണ് നമ്മൾ വന്നതും തിരിച്ചു പോകുന്നതും അതുവഴി തന്നെയാണ്. അപ്പോൾ നല്ല ഒരു ഭയാനകമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. വണ്ടികൾ പോലും നിർത്തില്ല, ആരും കൈ കാണിച്ചാൽ പോലും നിർത്തില്ല. പണ്ട് സുമതി ഇവിടെ ഇറങ്ങി വന്ന് കൈ കാണിക്കുമായിരുന്നു വണ്ടിക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സുമതി വളവ് പാസ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് സൺഡേ ഹോളിഡേ ആണല്ലോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുക കേട്ടോ. ചെറിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് സൺഡേ ഹോളിഡേ ആണ്. അപ്പോൾ കുട്ടികൾക്കൊന്നും സ്കൂളിലൊന്നും പോകണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസം നന്ദൂസ് പറയാണ് നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ എന്ന്. ഇപ്പം പൊടി കുഞ്ഞുള്ളത് കൊണ്ട് പോകാൻ പറ്റില്ല, എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെയാണ്, പോകാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വിചാരിച്ച് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു വാട്ടർഫോൾസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയാലോ? അപ്പോൾ നിങ്ങൾക്കും അത് കാണുകയും ചെയ്യാം, നമ്മൾക്കത് എൻജോയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, പോയാലോ? കം ഓൺ ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങാം കേട്ടോ. നമുക്ക് പോയാലോ? നമുക്ക് വാട്ടർഫോൾസ് കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ പോവാട്ടോ. വണ്ടിക്ക് എണ്ണ അടിച്ചു. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാട്ടോ.
അപ്പോൾ നമ്മളുടെ വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്താറായി. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇതിനകത്തേക്കാണ് പോകേണ്ടത് കേട്ടോ. ഈ ആർച്ചിനകത്തേക്കാണ് ഒരു ക്ഷേത്രമുണ്ട് അവിടെ. ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ഒരുപാട് ആൾക്കാർ വരുന്നതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇതില്ലെങ്കിലും അത്യാവശ്യം എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കുട്ടികളെയൊക്കെ കൊണ്ട് അത്യാവശ്യം എല്ലാവർക്കും വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഇടമാണ് കേട്ടോ. വേറെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല. സൂപ്പറാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും, സൂപ്പറാണ്. ഇതൊരു ഗ്രാമമാണ് കേട്ടോ. ഭയങ്കര സിറ്റിയൊന്നുമല്ല. സിറ്റിക്കകത്ത് അല്ലാത്തത് കൊണ്ടാണ് ഇത് എന്താ പറയുക അധികം വൈറലാവാത്ത കാര്യം. എങ്കിലും മിക്കുള്ളവർക്കും അറിയാം ഇത് ഇവിടെ. പിന്നെ നമ്മളിവിടെ അടുത്ത് കിടക്കുമ്പോഴത്തേക്കും അങ്ങനെ ആർക്കും ഒരു എന്താ പറയുക ഒരു വില ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ പോയിട്ടുണ്ട് ഇവിടെ. ഒരിക്കലേ വന്നിട്ടുള്ളൂ കേട്ടോ. ആ ഒരു സമയത്ത് വന്നപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്തു. തിരിച്ചു പോകേണ്ടത് ഫാമിലിയോട് വന്നു പോയി. അപ്പോൾ ഇതാ എത്തിക്കഴിഞ്ഞു കേട്ടോ. സൂപ്പറാട്ടോ. ഒരു ഐസ്ക്രീം വണ്ടിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടികളൊക്കെ ഇരിക്കുന്നില്ലേ, അതിവിടേക്ക് വന്നവരാണ് എല്ലാവരും. പിന്നെ അടുത്തൊരു കാണിക്ക വഞ്ചിരിക്കുന്ന കേട്ടോ. അവിടെ ഇവിടെ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ഇവിടെ ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണിത്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ ഇനിയൊരു വീഡിയോയിൽ അത് പറയുന്നതായിരിക്കും. ഈ ക്ഷേത്ര ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നതായിരിക്കും. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ ഞാൻ പറഞ്ഞ വാട്ടർഫാൾസ്. ഇതാണ് നല്ല അടിപൊളിയായിട്ടോ. സൂപ്പറായി. ഇവിടെ വരുമ്പോൾ ഒരു നല്ല കാറ്റുണ്ട്. അടിപൊളിയായി ഇവിടെ.
അപ്പോൾ നമ്മൾ നന്ദൂട്ടി അവിടെ ചെറുതായിട്ടൊന്ന് ചാടി കളിക്കുകയുണ്ടായി. അപ്പോൾ അവൾ ഒന്ന് വീഴണം ചുറ്റും പറഞ്ഞ് പേടിച്ചു പോയി. ഇതിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാട്ടോ. അതിൻ്റെ താഴെ ഭാഗത്തോട്ട് പോവാണ്. അവിടെയും ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് എല്ലാവരും എന്താ പറയുക കുളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നല്ലതായിട്ട് വെള്ളം നല്ല സ്പോർട്സിൽ വന്ന് വീഴുന്നവരിടാട്ടോ. അപ്പം ഞാനും അവിടേക്ക് ഇറങ്ങാം കേട്ടോ. എന്നെ കൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല, അവർ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി. പക്ഷെ എനിക്ക് വീഴുന്നുള്ള പേടിയുണ്ട്. ഞാൻ പയ്യെ ചെറിയ കല്ലുകളിലൊക്കെ ചവിട്ടി താഴെ ഇറങ്ങി ഇങ്ങ് വരുമായിരുന്നു കേട്ടോ. മൊത്തം എന്താ പറയുക അവിടെ മൊത്തം പാറക്കെട്ടുകളൊക്കെയാണ്. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു വീഴുമോ എന്നൊക്കെയുള്ള. അങ്ങനെ നന്ദൂസ് ഓടി പെട്ടെന്ന് ഇങ്ങ് താഴെ വന്നു. അവിടെ മുകളിൽ നിന്ന് വരുന്ന എന്താ പറയുക വാട്ടർഫാൾസ് വാട്ടർ നല്ല ഫോഴ്സിൽ വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അവിടെ കുളിക്കാനായിട്ടൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. ലേഡീസ് ഉണ്ട്, കുട്ടികളുണ്ട്, അല്ലാതെ ഉള്ള പയ്യന്മാരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കും കൊതിയായി ഒന്ന് ചാടി കുളിച്ചാലോ എന്ന് വരെ തോന്നി. പിന്നെന്തോ പേടിയും ഒക്കെ ഉണ്ടായിരുന്നു, ചെറിയ പേടിയും ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ ചാടിയത് കണ്ടോ, ഒരു പയ്യനെടുത്ത് ചെറിയ പിള്ളേരായിരുന്നു ചാടിയത്. അപ്പോൾ എനിക്ക് തന്നെ പേടി തോന്നിപ്പോയി. ഇവർ ചാടി എന്തെങ്കിലും സംഭവിച്ചു പോകുമോ, പാറയിൽ അങ്ങനെ ഇടിച്ചാലോ എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷെ അവർ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല. അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ നെയ്മൂട്ടി വാട്ടർഫാൾസ് കേട്ടോ, ഇതാണ്. അപ്പോൾ ഇവിടെ കഴിയുന്നവർ ഈ വീഡിയോ കാണുന്നവർ എല്ലായിടത്തും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വെച്ചാൽ ഇതൊരു ചെറിയ സ്ഥലമാണ്, എല്ലാവരും അറിയട്ടെ, അറിഞ്ഞ് വരട്ടെ. നല്ലൊരു ശാന്തത നിറഞ്ഞ ഇടമാണ്. കുട്ടികളെ കൊണ്ടുവന്ന് ഇരിക്കാനും വേറൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥലമല്ല. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഇതൊരു ക്ഷേത്രമുണ്ട്. സൈഡിലായിട്ടൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് ശാസ്താ ക്ഷേത്രമാണല്ലോ. പണ്ട് മുതൽക്കേ ആ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതായത് ആ കാലത്ത് അതൊരു ചെറിയൊരു ക്ഷേത്രമായിരുന്നു. ഇപ്പോൾ അതൊരുപാട് എന്താ പറയുക പുതുക്കി പണിഞ്ഞ് അത് ഒരു വലിയ ക്ഷേത്രമായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ഐതിഹ്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ ഐതിഹ്യം എന്താണെന്ന് അമ്മയ്ക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടത് ആ ക്ഷേത്രത്തിൽ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇറങ്ങുന്ന ഈ തോട്ടിലേക്ക്, ഒരു തോടാട്ടോ, അവിടേക്ക് ഇറങ്ങുന്ന ആ ഒരു കൽപ്പടവുകളാണ് കണ്ടത്. അപ്പോൾ ഈ ക്ഷേത്ര ഐതിഹ്യം എന്താണെന്ന് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞല്ലോ, അമ്മയ്ക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഐതിഹ്യത്തിലേക്ക് നമുക്ക് പോകാം. പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ നമ്മളെയും കൊണ്ട് പിന്നെ നമ്മൾ തുണിയെല്ലാം കലക്കാൻ കൊടുക്കുന്ന മണ്ണാര വീട്ടിൽ എൻ്റെ അമ്മ പോകാറ്. നമ്മുടെ എന്നെയും പിടിച്ച് ഈ തോട് അന്നൊക്കെ വെള്ളമെല്ലാം വറ്റി നല്ല മണലായി നല്ല പാറകളുള്ള തോടാണ്. ഈ തോട്ടിൽ ഇറങ്ങിയാണ് എൻ്റെ അമ്മ അക്കരെ എന്നെ കൊണ്ട് ഞങ്ങളെ കൈ പിടിച്ചുകൊണ്ട് അക്കരെ പോണത്. അവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ട് 6 കാളകളെയും കൊണ്ട് നെല്ല് പുഴുന്ന ആള് നിലം കൂട്ടി എല്ലാം വൃത്തിയാക്കി നമ്മൾ ഞാറ് നടുവല്ലോ, നെല്ല് നടുന്ന ആ നിലം കൂട്ടി കാളകളെ കുളിപ്പിക്കാനായിട്ട് ഈ 3 പേരും ആ തോട്ടിൽ കൊണ്ടുവന്ന് അവരെ നിർത്തി ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് 4 ചുറ്റിനും വെള്ളം വന്നൊരു ചുടുപോലെ വന്ന് ഈ 3 മനുഷ്യരെയും ഈ 6 കന്നാലികളും കാളകളും അങ്ങ് വെള്ളത്തിനടിയിലേക്ക് കാണുപോയി. അങ്ങനെ ഒരു വലിയൊരു സംഭവം ഉണ്ട്. ഇവരെല്ലാം അവിടെ പാറകളായി ഉത്ഭവിച്ചെന്നാണ് ഇങ്ങനെ പറയുന്നത്. ഒരു പാറകളായി മാറി എന്നാണ് പറയുന്നത്. അതിനുശേഷം അവിടെ നല്ല വികസനങ്ങളുണ്ടായി, നല്ല പാറകളും ക്ഷേത്ര പുരോഗമനങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. റിസോർട്ട് പോലെ എല്ലാവരും വരുന്നുണ്ട് കാണാനായിട്ട്. ഒരുപാട് ആളുകൾ ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട്. എല്ലാവരും പോയി കാണണം, എല്ലാവരും വീട് കാണണം. ഇവിടെ പോയി നല്ല സമാധാനമുണ്ട്. അയ്യപ്പ ക്ഷേത്രമാണ് ഇവിടെ, എല്ലാവരും പോകുന്നുണ്ട്. നല്ല ക്ഷേത്രമാണ്. വെള്ളം ഒഴുകി വരുന്നത് കാണാനും അവിടെ നമുക്ക് പോയി അവിടെ കുട്ടികളെ കൊണ്ടുപോയി കാണിക്കാനും പിന്നെ ഒരുപാട് പേര് ചാടി കുളിക്കുന്നുണ്ട്, നിന്നുണ്ട്, അറിയാന്നുള്ളവരെല്ലാം നല്ലതാണ്. കൽപ്പടവെള്ളം ഇറങ്ങി പോയി നമുക്ക് പോയി കുളിക്കാനും ഇരിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. നല്ല സമാധാനം കിട്ടുന്നൊരു അയ്യപ്പ ക്ഷേത്രമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് ഇവിടെ വരാൻ അവിടെ കാണാനായിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നവരും പോകാൻ ആഗ്രഹിക്കുന്നവരും പോവുക, കാണുക എന്നാണ് ഞാൻ പറയുന്നത്. വീഡിയോ കാണുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യം. അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞു കേൾക്കുന്നതാണ്. അപ്പോൾ എനിക്ക് അത് പറയാൻ അങ്ങനെ അറിയില്ല. അതുകൊണ്ടാണ് അമ്മയെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചത്.
നന്ദൂസ് ഇവിടെ നീന്താൻ തുടങ്ങുകയാണ്. നന്ദൂസ് പറഞ്ഞു ഞാൻ ഭയങ്കര നീന്തലാണെന്ന് പറഞ്ഞു. ശരി എന്നാൽ നീന്തിക്കോളാൻ പറഞ്ഞു. നന്ദൂസ് നീന്തുകയാണ് കേട്ടോ. ഭയങ്കര എനിക്ക് നീന്താൻ അറിയാമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കൈ രണ്ടും ഇട്ട് അടിക്കുന്നുണ്ട്, കാലും അനങ്ങുന്നു, പക്ഷേ ആള് നീങ്ങുന്നില്ല, അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പം മറ്റേ ആൾ വെച്ച് ഞാനും കൂടി ഇത്തിരി ഒന്നും നീന്തിക്കോട്ടെ അമ്മ. ഞാൻ ശരി ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ താഴെയാണ് കേട്ടോ, ഏറ്റവും താഴെയാണ്. ഇവിടെ കുറച്ച് വെള്ളം ചെറിയ രീതിക്ക് അങ്ങോട്ട് വെള്ളം വരുന്ന സ്ഥലത്ത് ചെറിയ ആഴങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലുതായിട്ട് നമുക്ക് അപകടം വരുന്ന രീതിയിലുള്ള ഒന്നുമില്ല കേട്ടോ. വെറുതെ ഇരുന്ന് ഒഴുകി പോകുന്ന വെള്ളമാണ്. അപ്പോൾ ഒഴുകി പോകുന്ന വെള്ളത്തിൽ വേറെ ഇപ്പോൾ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അമീബി അങ്ങനെയുള്ള പല അസുഖങ്ങളും ഉള്ളതാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ കൊണ്ട് പേടിയായിരുന്നു. അപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ആണ് ഇതുണ്ടാവുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയൊന്നും അതില്ല, ഇവിടെ നിന്ന് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെയാണ് ഞാൻ നന്ദൂസിനെയും തീർത്ഥമോളെയും അങ്ങോട്ട് ഇറക്കിയത്. വീണ്ടും ഞങ്ങൾ താഴെ പോയ സമയത്ത് വീണ്ടും ഒരുപാട് ഇവിടെ വിനോദസഞ്ചാരികൾ, അതായത് വിനോദത്തിനായി ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ തിരിച്ചു കയറാനായിട്ട് ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നന്ദൂസിനെയും തീർത്ഥയെയും. അങ്ങനെ അവരെ കൊണ്ട് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവർ ഒരു വിധത്തിൽ വരില്ല. ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, കുട്ടികളുണ്ട്, കപ്പിൾസ് ഉണ്ട്, അതായത് ഫാമിലിയോടെ വരുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന മാക്സിമം ആൾക്കാരും ഇത് ഷെയർ ചെയ്യുക. നമ്മുടെ ഒരു നാട്ടിലെ ഒരു ചെറിയ വാട്ടർഫാൾസ് എന്ന് പറയുന്ന, അതായത് ഇവിടെ എല്ലാവരും അറിയട്ടെ. ഇങ്ങനെ തീർത്ഥമോൾ കയറി പോവാണ് കേട്ടോ. പടവുകൾ ഏതെങ്കിലും മുകളിലെത്തുകയാണ്, പോവാണ്. നമ്മൾ തിരിച്ചു പോകാനായിട്ട് പോവാണ്. സമയം ഒരുപാട് വൈകി. നമ്മൾ ഈ സമയത്ത് ഒത്തിരി ലേറ്റായി. കാരണം വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ്, കുഞ്ഞുണ്ട് വീട്ടിൽ, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. നമ്മൾ തിരിച്ചു പോവാ കേട്ടോ. തിരിച്ചു പോകാനായിട്ട് അപ്പോൾ നന്ദൂസ് പറഞ്ഞുകൊണ്ടിരിക്കണം ഐസ്ക്രീം വേണം. അങ്ങനെ അവിടെ ഐസ്ക്രീം മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഭാഗം കൂടെ ഉണ്ട് കേട്ടോ ഇനി. അതായത് ഇനി ക്ഷേത്രത്തിന്റെ ഒരു ഭാഗമുണ്ട്. ക്ഷേത്രം ഇങ്ങ് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ അങ്ങ് ഇറങ്ങി നമുക്ക് വീഡിയോസ് പിടിക്കാൻ പറ്റില്ല. ഇവിടെ വന്നിരിക്കാനും എല്ലാത്തിനും സൗകര്യമുള്ള സ്ഥലമായിട്ടോ. എൻജോയ്മെന്റ് നല്ലൊരു ഫീലാണ് ഇവിടേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ കേട്ടോ. അത് എന്താണെന്ന് അത് കണ്ടാൽ മാത്രമേ ശരിക്കും അറിയുള്ളൂ. ഇത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ ക്ഷേത്രമാണ് കാണുന്നത് കേട്ടോ. ക്ഷേത്രം പൂജ നടക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ. എപ്പോഴും പൂജ നടക്കുന്ന ക്ഷേത്രമാണ്. അങ്ങനെ ഇവിടെ നിന്ന് താഴേക്ക് വീഡിയോ പിടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അവിടേക്ക് വന്ന് പതുക്കെ ഇറങ്ങിയതായി. അവിടെ അത്ര ഭാഗം ഉണ്ട്. നല്ല സൂപ്പറാട്ടോ. ഇവിടെ എന്ത് ഭംഗിയാണെന്നറിയാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു എനിക്കിവിടെ വന്നപ്പോൾ. ഇവിടേക്ക് ഇറങ്ങിയതാ ഞാൻ താഴേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇവിടെ നിന്നാൽ നമുക്ക് താഴെയുള്ള വെള്ളച്ചാട്ടവും ഒക്കെ ഇവിടെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. ഇതൊരു ചെറിയ ക്ഷേത്രമാണ്. ഇവിടെ പ്രതിഷ്ഠ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് കയറിയില്ല. അതെന്തെങ്കിലും ദോഷമായാലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോയി ഇന്ന് വീഡിയോ എടുത്തില്ല. ഞാൻ ഇവിടെ നിന്നു. ആ വെള്ളം അങ്ങ് ഒഴുകി ഇറങ്ങുന്നതും അങ്ങ് താഴെ എന്നുള്ളത് ഈ ഇതിൽ കൂടി ഇങ്ങനെ എടുത്തു. എങ്ങനെയുണ്ട് ഗായ്സ്? സൂപ്പർ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഭയങ്കര വീഡിയോ പിടുത്തം അറിയാന്നുള്ള ആളൊന്നുമല്ല. എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടതാണ്. കിടന്ന് കുളിക്കുന്നവർ, ഇരുന്ന് കുളിക്കുന്നവർ, അങ്ങനെ പല ചാടി കുളിക്കുന്നവർ, അങ്ങനെ പല രീതിക്കുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. അതാ നമ്മുടെ മോൾ ഭാഗ്യം വെള്ളം മുകളിൽ നിന്നാ വരുന്നത് കേട്ടോ. ഇത് തോടാന്ന് പറഞ്ഞല്ലോ ഞാൻ. തോടാണിത്. ഇത്രയും വലിയ തോട, ഒരു പുഴ പോലെയാണ് പക്ഷെ ഇത് ഒഴുകുന്നത് കേട്ടോ. താഴെയാണ് ക്ഷേത്രം. ദിവസം ഇവിടെ നിൽക്കുകയാണേ. ഇങ്ങനെ ഞാൻ വീഡിയോ ഓടിച്ച് ഇങ്ങനെ വരുമ്പോൾ എന്തോ എൻ്റെ കണ്ണിൽ പെട്ടു. ഇത് എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ എന്തോ ഒരു പക്ഷി ഇരിപ്പുണ്ട്. എനിക്ക് ആ പക്ഷിയുടെ പേര് അറിയത്തില്ല. പക്ഷെ ഞാൻ സൂം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ സൂം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിന് വ്യക്തമായിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല. ഇതായിരിക്കും കേട്ടോ പക്ഷിയാണിത്. ഏത് പക്ഷിയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ വളരെ സുന്ദരം. പക്ഷെ അത് ചാടിപ്പോയി ആ മരത്തിൻ്റെ ഇലകൾക്കുള്ളിൽ മറഞ്ഞു കേട്ടോ. പിന്നെ എനിക്കതിനെ കാണാൻ പറ്റിയിട്ടില്ല. ഇങ്ങോട്ട് പോയെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒരു ആല് നിൽപ്പുണ്ട്. അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ആല്. പിന്നെ നമ്മൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഐസ്ക്രീം മേടിക്കാൻ വന്നു. അങ്ങനെ നമ്മൾ മോൾക്ക് ഒരു പൈനാപ്പിളാണെന്ന് തോന്നുന്നു, ഫ്ലേവറുള്ള ഒരു ഐസ്ക്രീം വാങ്ങിച്ചു.
അതിനുശേഷം ഞങ്ങൾ ബട്ടർ സ്കോച്ച് വാങ്ങിച്ചു, കഴിച്ചു. കുറച്ചവിടെ നിന്നു, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ സ്പെൻഡ് ചെയ്തു. ഒന്നും കൂടി ഒന്ന് വീഡിയോ പിടിച്ചു, ഒന്നും കൂടി അവിടേക്ക് ഒന്ന് പകർത്തി, ക്യാമറയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടി ഒന്ന് പകർത്തിയെടുത്തു. തീർത്ഥമോൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നന്ദൂസ് ഐസ്ക്രീം കഴിക്കായിരുന്നു. കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ആകെ നനഞ്ഞ് നിൽക്കുമായിരുന്നു അവർ. നന്ദൂസിന് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻസിന് പോകാണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. സമയം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നന്ദൂസിന് ഇവിടുന്ന് വരാനായിട്ട് മനസ്സില്ലായിരുന്നു. ഇവരെ ഞാൻ എങ്ങനെയെങ്കിലും ഇങ്ങനെ കയറ്റിയതാണ്. ഇവിടെ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ മീൻമുട്ടി വിശേഷങ്ങളാണ് ഈ പങ്കുവയ്ക്കുന്നത്. വലിയ മരങ്ങളും സൂപ്പറായിട്ടോ ഇവിടെ കാണാൻ. അത് വാക്കുകളില്ല പറയാൻ. ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, തിരിച്ചു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഹായ്, ഹലോ, എല്ലാവർക്കും നന്ദൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ചെറിയൊരു വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു സന്തോഷമാണ് കേട്ടോ. സന്തോഷമുള്ളത് കൊണ്ടുള്ള ഒരു ദിവസമായതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മുടെ തീർത്ഥമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുളിച്ചൊരുങ്ങി രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ റെഡി ആവുമായിരുന്നു. നന്ദൂസ് ബാക്കിലുണ്ട്. സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കണം രണ്ടാളും. ക്ഷേത്രത്തിലൂടെ പോയി കയറിയിട്ട് സ്കൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴും മഴ പിടിച്ചു ഗായ്സ്, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ആ ക്ഷേത്രമൊക്കെ ഇപ്പം അടച്ചു കാണും. അങ്ങനെ ഞാനിപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്യാന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു വേണ്ട, പൊളി ലുക്കാണ്, അതുകൊണ്ട് അമ്മ ഈ വേഷത്തിൽ തന്നെ വരണം. ഞാൻ അങ്ങനെ സെറ്റ് സാരി അങ്ങനെ ഉടുക്കാറില്ലായിരുന്നു. ഉടുക്കാൻ വെച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ല, ചെറിയ കുഞ്ഞുള്ളത് കൊണ്ട് പറ്റില്ല. പണ്ട് ഉടുക്കുമായിരുന്നു, ഇപ്പോൾ ഉടുക്കാറൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ കുറേ നാൾ ഉടുക്കായിരുന്നു. ഉടുത്തപ്പോഴത്തേക്ക് നല്ല ചന്തം തോന്നില്ലേ? നിങ്ങൾക്ക് തോന്നില്ലേ? കമൻറ്റ് ചെയ്യണം കേട്ടോ. ചന്ത തോന്നുന്നുണ്ടോ? ഇവർ പറഞ്ഞു. അങ്ങനെ ഉടുത്താട്ടോ. അപ്പം ഞാനും വിചാരിച്ചു സ്കൂളിൽ കൊണ്ട് വിടല്ലേ, അപ്പോഴെല്ലാവരും ഒക്കെ കാണുന്നെങ്കിൽ ഒന്ന് കാണട്ടെ എന്നൊക്കെ വിചാരിച്ചു. അങ്ങ് ഉടുത്തു. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അപ്പം എൻ്റെ കുട്ടിക്ക് എല്ലാവരെയും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം. എൻ്റെ നന്ദൂസിനും എൻ്റെ മോക്ക് വിഷ് ചെയ്യണം, എൻ്റെ തീർത്ഥമോക്ക് വിഷ് ചെയ്യണം. എനിക്ക് 3 മക്കളാട്ടോ, 3 പെൺകുഞ്ഞുങ്ങൾ. അപ്പോൾ ഞങ്ങളെ ഫാമിലി ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ ഒന്നുകൂടി. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോണേ കേട്ടോ. അപ്പം ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. തീർത്ഥമോളങ്ങ് മുകളിലോട്ട് കയറിപ്പോയി. ഇവിടെ ചെറിയ സ്ലിപ്പാവും, മഴ പിടിച്ചെടുക്കുന്നത് ഭയങ്കരത്തെ എണ്ണലാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. എന്നാ കണ്ടോ, അവിടെ ചെറിയൊരു കയറ്റാണ്. അപ്പോൾ 2 വീലർ കയറി പോകുമ്പോൾ സ്ലിപ്പാവും. അപ്പം അതുകൊണ്ട് തന്നെ തീർത്ഥമോള് മുകളിലേക്ക് പോയി ഇപ്പം തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നന്ദൂസ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. നല്ല മഴച്ചാറ്റലുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കാണാം ഗൈസ്. ഇതാ നമ്മൾ പുറപ്പെടാൻ പോവുകയാണിതോ. അമ്മ കയറി വരുന്നുണ്ട്. ഇതാ അമ്മ കയറി വന്നിട്ടുണ്ടേ. അമ്മ കയറി വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ പുറപ്പെടാൻ പോവുകയാണ്.
നമ്മളിവിടെ സ്കൂൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ സ്കൂൾ. സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ എത്തി തീർത്ഥമോളെ ഇറങ്ങി നിൽക്കുകയാണേ. അപ്പോൾ ക്ലാസ്സിലോട്ട് വരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ഇവിടെ വണ്ടി വെക്കാൻ പറ്റില്ല. അപ്പോൾ 2 വീലർ ഒന്ന് ഒതുക്കി വെക്കട്ടെ. ഗൈസ് ഇവിടെ പാർക്കിങ് പറ്റൂല. അപ്പം അമ്മ അവിടെ വണ്ടി വെച്ചിട്ട് വരെയാണ് കേട്ടോ. ഹിന്ദുസിൻ്റെ ക്ലാസ് മുകളിലാണ് കേട്ടോ. എന്നെ കൂട്ടിക്കൊണ്ട് പോകുമെന്നും പറഞ്ഞ് അവിടെ നിന്നായിരുന്നു. വിചാരിച്ചു ക്ലാസ്സിലൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകണം കേട്ടോ. അങ്ങനെ നമുക്ക് നിലയിൽ ഫസ്റ്റ് ക്ലാസ് തന്നെയാണ് ഹിന്ദുസിൻ്റെ ക്ലാസ്. ഇനി ഒന്നുകൂടെ കയറണം കേട്ടോ. ഈ സ്റ്റെപ്പ് കയറുന്ന പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല കിടപ്പാ ഗൈസ്. ഒച്ചയൊന്നും പുറത്ത് വരില്ല. നമ്മൾ വർത്താനം പറയുന്നതൊന്നും പുറത്ത് വരില്ല. ക്ലാസ് പുറത്ത് ഇരുന്ന് നിൽക്കുകയാണ്. അപ്പോൾ നന്ദൂസിനെ ക്ലാസ്സിലാക്കി. ഇനി തീർത്ഥമോളെ ക്ലാസ്സിലാക്കാൻ വേണ്ടി താഴെയാണ് കേട്ടോ. ഇനി താഴെ പോകണം തീർത്ഥമോളെ ക്ലാസ്സിൽ. അപ്പോൾ തീർത്ഥമോളെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ഒത്തിരി പോകാനുണ്ട് കേട്ടോ. ടീച്ചർ വഴക്ക് പറയുന്നത് വെച്ചാൽ അമ്മ വാ എന്നെ വിളിക്കുകയാണ്. അമ്മ വാ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ബർത്ത്ഡേ ആയതുകൊണ്ട് യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല. ആള് കളർ ഡ്രസ്സിലൊക്കെയാണ് പോകുന്നത്. ഇന്ന് യൂണിഫോം ഇട്ടേണ്ട ദിവസമായിരുന്നു. ഇനി താഴെ വന്നു കേട്ടോ. അങ്ങ് താഴെയാണ് മോളുടെ ക്ലാസ്. രണ്ടാമത്തെ ഫ്ലോർ തന്നെയാണ് കേട്ടോ. മോളുടെ ക്ലാസ് എത്താറായി. അങ്ങനെ മോളെ ക്ലാസ് എത്തി കേട്ടോ. മോള് ക്ലാസ്സിലേക്ക് പോയി കേട്ടോ. അങ്ങനെ ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. സ്കൂളിൽ നിന്ന് ഇറങ്ങി വണ്ടി അവിടെ ഇരിപ്പുണ്ട്, സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക്. ഓക്കെ ബായ്. ഞാൻ ഇനി വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതേ ഞാൻ തിരിച്ചു വന്നത് ഗൈസ്. ഓക്കെ അപ്പോൾ ബൈ.